CPIയിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന ഒരു വിവാദമാണ് അടുത്തത്. ജില്ലാ സമ്മേളനം അടുത്തിരിക്കെ CPI തിരുവനന്തപുരം ജില്ലാ ഘടകത്തിലാണ് ജാതി വിവാദം ഉണ്ടായിരിക്കുന്നത്. പാർട്ടിയിലും സർക്കാർ പദവികളിലും ഈഴവരെയും ദളിത് വിഭാഗങ്ങളെയും അവഗണിക്കുന്നുവെന്നാണ് ആക്ഷേപം. പരാതി പരിഹരിച്ചില്ലെങ്കിൽ CPI കരയോഗം കമ്മിറ്റിയായി മാറുമെന്നും പരിഹാസമുണ്ട്. ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെയുള്ള അതൃപ്തി സമ്മേളനത്തിലും പ്രതിഫലിക്കും. പാർട്ടിയുടെ അടിത്തറയായ അടിസ്ഥാന ജനവിഭാഗങ്ങളെ നേതൃത്വത്തിൽ നിന്ന് അകറ്റി നിർത്തി നായർ സമുദായം പാർട്ടി അടക്കി വാഴുകയാണ്. ഇതാണ് CPI ഗ്രൂപ്പുകൾ പ്രചരിക്കുന്ന ലഘുലേഖയിലെ പ്രധാന ആരോപണം. 65 ജില്ലാ കൌൺസിലിൽ 35 പേരും നായർ സമുദായത്തിൽ നിന്നാണ്. ഈഴവ സമുദായത്തിൽ നിന്നുള്ളത് 10-ൽ താഴെ പേർ മാത്രം. ജില്ലാ എക്സിക്യൂട്ടീവിൽ 18-ൽ 11 പേരും നായരാണ്. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിലും 11 പേർ നായർ സമുദായ അംഗങ്ങൾ. സർക്കാർ പദവികളും നായർക്കായി സംവരണം ചെയ്തിട്ടുണ്ടോ എന്നും പരിഹാസമുണ്ട്. ജില്ലയിൽ നിന്നുള്ള മന്ത്രി, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ, PSC അംഗം, കർഷക കടാശ്വാസ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, മിൽമ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, പാർട്ടി ജില്ലാ സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും എല്ലാം നായർ സമുദായ അംഗങ്ങൾ. ജില്ലയിൽ പാർട്ടി കെട്ടിപ്പടുത്ത C ദിവാകരനെയും കോടിക്കണക്കിന് രൂപ വിലയുള്ള ഓഫീസും സ്ഥലവും പാർട്ടിക്ക് നൽകിയ KP ശങ്കരദാസിനെയും വെട്ടിയൊതുക്കി മൂലക്കിരുത്തിയെന്നും പരാമർശമുണ്ട്. ഈഴവ സമുദായ അംഗമായതുകൊണ്ട് മാത്രമാണ് യുവ നേതാവ് J. അരുൺ ബാബുവിനെയും തഴഞ്ഞത്. ജില്ലയിൽ പാർട്ടിയെ വളർത്തിയതും ത്യാഗങ്ങൾ സഹിച്ചതും ഈഴവ സമുദായമാണ്. നായർ സമുദായത്തിന് ഇതിലെന്തു പങ്കാണുള്ളതെന്നും ചോദ്യമുണ്ട്. CPIയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ജില്ലയിൽ പാർട്ടിയെ നയിക്കുന്നവർക്കെതിരെയും വലിയ അമർഷമാണുള്ളത്. മണ്ഡലം സമ്മേളനങ്ങളിൽ അത് പ്രകടവുമായിരുന്നു. ജില്ലാ സമ്മേളനങ്ങളിലും നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങളും നീക്കങ്ങളും ഉണ്ടായേക്കാം. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. അതിവിവാദമാണ് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ സമ്മേളനം അടുത്തിരിക്കെയാണ് ഇങ്ങനെയൊരു വിമർശനം CPIയിൽ ഉണ്ടായിരിക്കുന്നത്. നായർ മേൽക്കോയ്മയാണ് CPIയിൽ. ഇതാണ് ഇപ്പോൾ അങ്ങനെയുള്ള ഒരു വിവാദത്തിന് കാരണമായിരിക്കുന്നത്. പരിഹാസ രൂപേണയാണ് ഈ വിഷയം ഉന്നയിക്കുന്നത്. അരുൺ, ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല. ദളിതർക്കും അതുപോലെ തന്നെ ഈഴവർക്കും കൂടുതൽ പ്രാതിനിധ്യം ഉള്ള ഒരു പാർട്ടിയാണ് CPI എല്ലാ കാലത്തും. ഞാൻ പറയുന്നത് അണികളുടെ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയിൽ നായർ ആധിപത്യം വരുന്നു എന്നുള്ള രീതിയിലുള്ള വിമർശനം ഉണ്ടാകുമ്പോൾ ഇത് നേതൃത്വത്തിനെതിരെയുള്ള ഒരു വിമർശനമായി മാറുകയാണല്ലോ. എന്താണ് കൃത്യമായിട്ട് ഈ കാര്യത്തിലുള്ള വിമർശനം? ഇത് എങ്ങനെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്? മഞ്ജുഷ, ഇത് CPIയുടെ ജില്ലാ സമ്മേളനം വെള്ളിയാഴ്ച പ്രതിനിധി സമ്മേളനം ആരംഭിക്കുകയാണ്. വെള്ളി ശനി ദിവസങ്ങളിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുക. അതിനു മുന്നോടിയായുള്ള ഒരു ലഘുലേഖ പാർട്ടി ഗ്രൂപ്പുകൾ പ്രചരിക്കുന്നതാണെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ചില മാനങ്ങളുണ്ട്. ഇത് ജില്ലാ നേതൃത്വത്തെ മാത്രം ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമല്ല. സംസ്ഥാന നേതൃത്വത്തിനെതിരെയും വിമർശനമുണ്ട്. ഇത്തരത്തിൽ പിന്നാക്ക വിഭാഗങ്ങളെ പാർട്ടിയിൽ അവഗണിക്കുന്ന പരാതി കഴിഞ്ഞ കുറെ നാളുകളായി CPIയിലുണ്ട്. അതാണ് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോലും എത്തിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. വളരെ കൃത്യമായി എണ്ണം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ലഘുലേഖ ഇപ്പോൾ പ്രചരിക്കുന്നത്. CPI ജില്ലാ കൌൺസിൽ എടുത്താൽ 65 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 35 പേർ നായർ സമുദായങ്ങളാണ്. ഈഴവ സമുദായത്തിലുള്ളത് 10 പേർ മാത്രം. ഈ പാർട്ടി ജില്ലയിൽ കെട്ടിപ്പടുത്തതും ത്യാഗം സഹിച്ചതും പ്രധാനമായും ഈഴവ സമുദായമാണെന്ന് ഇവർ അവകാശപ്പെടുന്നു. നായർ സമുദായത്തിന് എന്ത് പങ്കാണ് ഇതിലുള്ളത്? 90% ഈ നായർ സമുദായത്തിലുള്ള BJP കോൺഗ്രസുകാരാണെന്നൊരു പരാമർശം കൂടി രേഖയിലുണ്ട്. CPIയുടെ ജില്ലാ നിർവാഹക സമിതി എടുത്താൽ 18-ൽ 11 പേരും നായർ സമുദായങ്ങൾ, ഈഴവരിൽ 2 പേരും, നാടാർ 1, മറ്റുള്ളവർ ബാക്കിയുള്ളവർ മറ്റ് സമുദായങ്ങളുള്ളവരുമാണ്. അവിടെയാണ് CPI കമ്മിറ്റി ഒരു കരയോഗ കമ്മിറ്റിയായി മാറിപ്പോയെന്ന വിമർശനം. CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ച് അത്തരമൊരു ആക്ഷേപം ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലൊക്കെ ഉയർന്നിരുന്നു. സമാനമായി ഇപ്പോൾ CPIയിലും അത്തരമൊരു ആരോപണം ഉയർന്നു വരികയാണ്. ജില്ലയിൽ നിന്ന് 11 പേരാണ് സംസ്ഥാന കൌൺസിലുള്ളത്. അതിൽ തന്നെ 11 പേർ ജില്ലയിൽ സംസ്ഥാന കൌൺസിലിൽ 11 പേർ നായർ സമുദായങ്ങളും ഈഴവ 2-ഉം SC ന്യൂനപക്ഷവുമൊക്കെ 2 പേർ മാത്രമാണുള്ളതെന്ന് മറ്റു കണക്കുണ്ട്. ഈ ഭരണപരമായ സർക്കാരിലുള്ള പദവികൾ, അതായത് ജില്ലയിലെ മന്ത്രി GRL മുതൽ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലും PSC അംഗവും ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാനും കർഷക കടാശ്വാസ കമ്മീഷനും വനിതാ കമ്മീഷൻ അംഗവും ഫുഡ് കമ്മീഷനും മിൽമ ബോർഡ് മെമ്പറും പാർട്ടി ജില്ലാ സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ ഈ മന്ത്രിമാരുടെ ഓഫീസിലെ സ്റ്റാഫുകൾ, അങ്ങനെ എണ്ണിയാണ് പറയുന്നത്. അതിൽ ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു ജാതി തിരിച്ചുള്ള കണക്കാണ് ഈ ലഘുലേഖയിലുള്ളത്. CPI നമുക്കറിയാം മതേതര പാർട്ടിയാണ്. അത്തരത്തിലുള്ള കണക്ക് അങ്ങനെ ജാതി നോക്കിയ ആളുകളെ എവിടെയെങ്കിലും തിരഞ്ഞെടുക്കുന്നു എന്ന വിമർശനം നേരത്തെ ഉയർന്ന പാർട്ടിയല്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. C. ദിവാകരൻ എന്ന ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവ്, ജില്ലയിൽ
മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ CPI കെട്ടിപ്പടുക്കാൻ ഏറ്റവും പ്രയത്നിച്ച നേതാക്കളുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന പേരാണ് സി ദിവാകരൻ. അദ്ദേഹത്തെ വെട്ടി ഒതുക്കി മൂലക്കിരുത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. KP ശങ്കരദാസ് അദ്ദേഹം RSPയിൽ നിന്ന് വന്നതാണ്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സംഭാവനയുള്ള ഭൂമിയും ഓഫീസും ഒക്കെ പാർട്ടിക്ക് സംഭാവന ചെയ്ത ആളാണ്. അത്തരം ആളുകളെയൊക്കെ ജാതിയുടെ പേരിൽ മാത്രം വെട്ടി ഒതുക്കിയിരിക്കുന്നു. അരുൺ ബാബു എന്ന ASFന്റെ സംസ്ഥാന നേതാവൊക്കെ ആയിരുന്ന യുവാവിനെയും ഇത്തരത്തിൽ ജാതി മറ്റു നായർ സമുദായ അംഗമല്ലാത്തതുകൊണ്ട് മാത്രം ഒതുക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളുടെ ഭാഗമായി ഇതിൽ പറയുന്നത്. ഇത് പൊതുവെ വരുമ്പോൾ വിമർശനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് നേരെയുള്ള ഒരു ആരോപണമായി തന്നെ ഉയർന്നു വരികയാണല്ലോ. സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തണം എന്നുള്ള ആവശ്യമാണല്ലോ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന ആളുകളുടെ, ഈ ലഘുലേഖ പുറത്തുവിടുന്ന ആളുകളുടെ ഉദ്ദേശ്യവും. അപ്പോൾ തിരുത്തൽ വേണം എന്നുള്ളതാണല്ലോ. ജാതി പറഞ്ഞുള്ള ഒരു തിരുത്തലാണല്ലോ ഇത് ഉന്നയിക്കപ്പെടുന്നവർ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും പലർക്കും അവർക്ക് വിചാരിച്ച സ്ഥാനങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ല. അതിന് കാരണം ഇത്തരത്തിൽ ജാതീയമായ ഇടപെടലുകൾ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തും സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തും അത്ര അവഗണന ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ഒരു ലഘുലേഖമായ ഒരു വിഭാഗം ഇറങ്ങുന്നത്. ഇത് ഒരു മുന്നറിയിപ്പാണ്. ഇത്തരത്തിലുള്ള ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ സജീവമായി തന്നെയുണ്ട്. അതിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ ജില്ലാ സമ്മേളനത്തിലും സംസ്ഥാന സമ്മേളനത്തിലുമൊക്കെ നേതൃത്വത്തിനെതിരെ വെല്ലുവിളികൾ പരസ്യമായി തന്നെ ഉയരാൻ ഇടയുണ്ട് എന്നൊരു സൂചനയായി കൂടി ഇതിനെ കാണേണ്ടതുണ്ട്. ദീർഘനാളായി പാർട്ടിക്കുള്ളിലും നേതാക്കളോടുമൊക്കെ പറഞ്ഞു മടുത്തിട്ടാണ് ഇത്തരം ഒരു നീക്കത്തിന് ഒരു വിഭാഗം ഇപ്പോൾ തയ്യാറെടുക്കുന്നത്, മുൻകൈ എടുക്കുന്നത്. പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ എതിർസ്വരങ്ങൾ ഒരുപക്ഷെ സമ്മേളനങ്ങളിലടക്കം ഉയർന്നു വന്നേക്കാം. ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിനെതിരെ വലിയ അമർഷം പാർട്ടിയിലുണ്ട്. നമുക്കറിയാം ഈ ജില്ലാ സമ്മേളനങ്ങൾ ഏറെക്കുറെ എല്ലായിടത്തും അവസാനിച്ചിരിക്കുന്നു. അവിടെയൊക്കെ ഉയർന്ന വിമർശനം CPMന്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടുകയാണ് CPIയെ. CPM എന്ത് പറഞ്ഞാലും മുഖ്യമന്ത്രി എന്ത് പറഞ്ഞാലും ഏറാൻ മൂളികളായി മാറുന്നു CPIയുടെ നേതാക്കൾ എന്ന വിമർശനം കഴിഞ്ഞ കുറെ നാളുകളായി CPIയിലുണ്ട്. കഴിഞ്ഞ സമ്മേളന കാലത്തൊക്കെ നമ്മൾ കണ്ടതും കേട്ടതും അതാണ്. ഇപ്പോഴും അതേ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. അതിനൊപ്പമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേട് CPMന് അടിയറ വയ്ക്കുന്നു സംഘടനയെ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് പാർട്ടിക്കുള്ളിൽ എന്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു കാരണമായി കൂടിയാണ് ഉയർത്തിക്കാട്ടുന്നത്. പല രംഗത്തും പ്രാഗൽഭ്യം തെളിയിച്ച നേതാക്കളെ ജാതിയുടെ പേരിൽ വെട്ടിനിർത്തുന്നു, അവരെ വെട്ടി മൂലക്കിരുത്തുന്നു. പകരം അല്ലാത്ത ആളുകളെ ഉയർന്ന ജാതിയിലുള്ളവർ ആയതുകൊണ്ട് മാത്രം അവർക്ക് മുന്നിലേക്ക് വരാൻ അവസരമൊരുക്കുന്നു എന്ന കടുത്ത വിമർശനം, അസാധാരണ വിമർശനമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇത് ജില്ലാ സമ്മേളനത്തിലോ സംസ്ഥാന സമ്മേളനത്തിലോ വിമർശനം ഉയർന്നു വന്നാൽ CPI അക്ഷരാർത്ഥത്തിൽ അത് നാണക്കേടാകുമെന്ന് ഉറപ്പാണ്. അത്തരത്തിലുള്ള ഒരു ആസൂത്രണം നടക്കുന്നുണ്ട് എന്നതുകൂടിയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെ വിമർശനം ഒരു കേന്ദ്രീകൃത വിമർശനത്തിന്റെ രൂപത്തിൽ ഇത് ജില്ലാ സമ്മേളനം ഒരുപക്ഷെ ഉയർന്നു വന്നേക്കാം. സംസ്ഥാന സമ്മേളനത്തിലും ഇതിന്റെ അലയൊലികൾ ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരവും സൂചനകളും. ശരി അരുൺ, എന്തായാലും ന്യൂസ് 18 ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണ്. CPI ജില്ലാ ഘടകത്തിലാണ് ഇങ്ങനെയൊരു വിമർശനം ഉയർന്നു വരുന്നത്. CPIയുടെ ജില്ലാ സമ്മേളനം നടക്കാനിരിക്കെയാണ് ഇങ്ങനെയൊരു വിമർശനം വരുന്നത്. CPIയിൽ ഈഴവ സമുദായത്തിനും ദളിത് വിഭാഗങ്ങൾക്കും വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടുന്നില്ല, പകരം നായർ ആധിപത്യമാണ് CPIയിൽ കാണുന്നത് എന്നുള്ള ഗുരുതരമായ വിമർശനമാണ്. ഒരു കരയോഗം കമ്മിറ്റി പോലെ CPI മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പാർട്ടിയിലും പാർട്ടിക്ക് കിട്ടിയിരിക്കുന്ന സർക്കാർ പദവികളിലും അവിടെയും നായർ ആധിപത്യമാണ്, നായർ സമുദായങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നുള്ള കാര്യമാണ് CPI ജില്ലാ ഘടകത്തിലുണ്ടായിരിക്കുന്ന ഈ അസംതൃപ്തി. ഇത് സ്വാഭാവികമായിട്ടും CPIയുടെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലും പ്രതിഫലിക്കും. അതിന്റെ രേഖകളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ആ ലഘുലേഖയാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. കരയോഗം കമ്മിറ്റിയായി മാറുമെന്ന പരിഹാസമാണ് ഇതിലുള്ളത്. VV അരുണാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.